ഹായ്. ഞാനീ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കെ.എസ്.ആർ.ടി.സി ബസിന്റെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കെ.എസ്.ആർ.ടി.സി ബസ് എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ടൊരു ആപ്പുണ്ട്, കെ.എസ്.ആർ.ടി.സിയുടെ ചലോ ആപ്പ്. അതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് കെ.എസ്.ആർ.ടി.സിയുടെ ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആപ്പ്. ഈ സ്ക്രീനിൽ കാണുന്ന ചലോ ആപ്പ്. ഇത് ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആദ്യമേ ഒന്ന് OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഫോണിന്റെ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്യണം. ഫോണിന്റെ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ചലോ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രീൻ വരും. ഇതിൽ നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിൽ കോട്ടയം എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ യൂസ് മൈ കറന്റ് ലൊക്കേഷൻ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും, നമ്മുടെ കറന്റ് ലൊക്കേഷൻ ആയി വരും. കണ്ടോ, ഇതിൽ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട്, കുരുനാട് ഈസ്റ്റ്. എൻ്റെ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് കുരുനാട് ഈസ്റ്റ് ആണ്. അപ്പം അതിൽ വരുന്ന ബസ്സിൻ്റെ കാണിക്കുന്നുണ്ട്, 12 മിനിറ്റിൽ ഒരു ഏറ്റുമാനൂർ ബസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും മുകളിൽ കണ്ടോ ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ്, ഇത് ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. നമുക്ക് ഫ്രം ടു ഇട്ട് കണ്ടുപിടിക്കാം. അതിനും നല്ലത് ഈ താഴെ വന്നു കഴിയുമ്പോൾ ഇവിടെ ബസ്സസ് അറൗണ്ട് യു എന്നൊരു ഗൂഗിളിന്റെ ഒരു സ്ക്രീൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ബ്ലൂ ഡോട്ടിൽ കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇതിലൊരു സർക്കിളും കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്ക്രോൾ ചെയ്ത് സർക്കിൾ വലുതും ചെറുതുമാക്കാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് ഈ സർക്കിളെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പൊ ഈ സർക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഈ സർക്കിളിനകത്തുള്ള ബസ്സുകളെല്ലാം കാണിക്കും. ഇതിപ്പോ ഞാൻ മൂവ് ചെയ്തിപ്പോ കുര്യനാട് ഇപ്പൊ ഒരു ബസ്സുണ്ട്. ആ ബസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും അത് ഏത് ബസ്സാണ്. പുനലൂർ ബസ്സിലേക്ക് പോണ ബസ്സാണ്. അതിന്റെ മുകളിൽ അതിന്റെ സ്റ്റോപ്പുകളെല്ലാം ഇത് കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കും. ബാക്ക് അടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് മാറ്റാം, മുമ്പോട്ടും പുറകോട്ടും ഓടിക്കുക. അപ്പൊ കണ്ടോ ഇവിടെ 2 ബസ് കാണിക്കുന്നുണ്ട്. അതായത് ആ വഴി കൂടെ ഏത് വഴിയിൽ നമ്മൾ ഈ സർക്കിൾ വെക്കുന്നോ ആ വഴിയിലുള്ള ബസ്സുകളെല്ലാം കാണിക്കും. ഇത് ഈ ആ ബസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബസ്സിന്റെ ഡീറ്റെയിൽ വരും. പാലായിക്ക് പോകുന്ന ബസ്സാണത്. പിന്നെ വേറെ ഇതുണ്ട്, ഇവിടെ കുറവലങ്ങാട്, ഇവിടെ 4 ബസ് കാണിക്കുന്നുണ്ട്. ഈ മുകളിലത്തെ ബസ്സിൽ ക്ലിക്ക് ചെയ്തു, തൃശ്ശൂർ പോകുന്ന ബസ്സാണ്. അപ്പൊ ഇത് കുറവലങ്ങാട് എത്തി. കുറവലങ്ങാട് നിന്ന് ഇപ്പം ഒരു 5 മിനിറ്റ് അടുത്ത സ്റ്റോപ്പ് കുരുനാട് വരും. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് നിന്ന് അപ്പം പോയി നിന്നാൽ മതി, വെറുതെ ആദ്യം പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ബസ് വരാറാകുമ്പോൾ സ്റ്റോപ്പിലേക്ക് ഇറങ്ങി നിന്നാൽ മതി. ഏതൊക്കെ ബസ് എങ്ങോട്ടൊക്കെ ഉള്ളത് വരും എന്നറിയാൻ പറ്റും. ഇപ്പം വേറെ ബസ്സെ ക്ലിക്ക് ചെയ്തു, അതുകൊണ്ട് വൈക്കത്തിനോട് പോകുന്ന ബസ്സാണ്. അങ്ങനെ ഓരോ ബസ്സിലും ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും തൃശ്ശൂർ നമ്മുടെ നോക്കിയ ബസ് തന്നെ. അങ്ങനെ മുമ്പോട്ട് നമ്മൾ ഏത് ലൊക്കേഷൻ കൊണ്ട് വെക്കുന്നോ ആ ലൊക്കേഷനുള്ള ബസ്സുകളെല്ലാം കാണിക്കും അത്. ഇതിപ്പം കുരുനാട് പിന്നെ ചീങ്കല്ലേല് മോനിപ്പള്ളി, ഇവിടെ ഒരു ബസ് കണ്ട, ചീങ്കല്ലേല് ബസ്. ആ ബസ് കോട്ടയത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പയ്യന്നൂർ, ചേലക്കര, വടക്കാഞ്ചേരി വഴി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കോട്ടയത്ത് പോകുന്നവർക്ക് ഇപ്പം കുരുനാട്ടം വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ബസ് ഇങ്ങോട്ട് എത്തും, ഓടിയെത്തും, ലൈവായിട്ട് കാണിക്കുന്നതാണ് ബസ്സിന്റെ. ഇതിപ്പം മോനിപ്പള്ളി, പുതുവേലി, കണ്ടോ പുതുവേലി. ഇങ്ങോട്ട് സർക്കിൾ എങ്ങോട്ട് മാറ്റുന്നോ ആ ഭാഗത്തുള്ള ബസ്. അപ്പൊ നമ്മൾ കുരുനാട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാനാണെങ്കിൽ ഈ ഭാഗത്തേക്ക് മാറ്റി നോക്കിയാൽ മതി, ഇവിടുന്ന് വരുന്ന ബസ്സുകൾ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ അവിടെ പോയി നിന്നാൽ മതി. നേരത്തെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ബസ് പിന്നെ ഈ ഒരു ബസ്സിനും പുറകെ വേറെ ബസ് വരുന്നുണ്ടോ എന്നും ചിലപ്പോൾ അറിയാൻ പറ്റും. ചിലപ്പോൾ ആദ്യം വരുന്ന ബസ് ഫുള്ളായിട്ടായിരിക്കും വരുന്നത്. അപ്പം അതിൽ കയറാതെ പുറകെ കൂടെ ബസ് വരുന്നുണ്ടെങ്കിൽ ആ ബസ് ഏതാണെന്ന് അറിയാൻ പറ്റും. തൃശ്ശൂർ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതറിയാൻ പറ്റും. വൈക്കം, അങ്ങനെ നമുക്ക് ഉണ്ടോ എത്ര ബസ്സുകളുണ്ടോ ആ ബസ്സുകളെല്ലാം കാണിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇത് ഇങ്ങോട്ട് ഇപ്പം എൻ്റെ സ്റ്റോപ്പ്, ഈ സ്റ്റോപ്പിൽ ഇപ്പോൾ ഉഴൂർ, ഇത് ഉഴൂരെന്ന് കണ്ടോ, ഉഴൂർക്കൂടെ 2 ബസ്സുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ അറിയാം ഇത് ഏറ്റുമാനൂർ വരുന്ന ബസ്സാണ്. ഈ ബസ്സാണ് ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങി ഈ വഴി കൂടെ വന്ന് ഇവിടെ ഏറ്റുമാനൂർക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്നാൽ മതി, ഇത് വരും. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ KSRTC യാത്ര ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ബസ് നോക്കി വരുന്ന സമയം അറിഞ്ഞ് നമുക്ക് സ്റ്റോപ്പിൽ പോയി നിന്നാൽ മതി. ബസ് ഇല്ലെങ്കിലും ഇന്നൊരു ദിവസം ബസ് ക്യാൻസൽ ആയെങ്കിലും അറിയാൻ പറ്റും, ഇത് കാണിക്കത്തില്ല. ഇത് ലൈവായിട്ട് ഓടുന്ന ബസ്സിന്റെ മാത്രമേ കാണിക്കത്തുള്ളൂ.